വടകരയ്ക്ക് സമീപം ആയഞ്ചേരിയിൽ വൻ മയക്കുമരുന്ന് വേട്ട നടന്നിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ എത്തുന്നത്. ബംഗളൂരുവിൽ നിന്നും കാറിൽ കടത്തുകയായിരുന്ന 150 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിലായിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. 150 ഗ്രാം MDMA എന്ന് പറയുമ്പോൾ അത് വലിയൊരു അളവ് തന്നെയാണ്. ലതീഷ് നൽകും അതിന്റെ വിവരങ്ങൾ. ലതീഷ്, വലിയൊരു മയക്കുമരുന്ന് വേട്ട ഇപ്പോൾ വടകരയിൽ ആയഞ്ചേരിയിൽ നടന്നിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. MDMA-യുമായി ബംഗളൂരുവിൽ നിന്ന് വന്ന യുവാവ് പിടിയിലായിരിക്കുന്നു അല്ലേ? ഇയാൾ ഏതെങ്കിലും ലഹരി കടത്ത് റാക്കറ്റിന്റെ ഭാഗമാണോ? എന്താണ് പോലീസ് പറയുന്നത് അതിനെക്കുറിച്ച്? മനു, ഇന്നലെ രാത്രി വൈകി, അതായത് 11:30 കൂടിയാണ് പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് വാഹനം തടഞ്ഞു നിർത്തിയുള്ള ഒരു പരിശോധന പോലീസ് നടത്തിയത്. ഇദ്ദേഹം ലഹരിക്കടത്തിലെ പ്രധാന കണ്ണിയാണെന്നാണ് പോലീസ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ നിന്നും വ്യക്തമായിരിക്കുന്നത്. 150 ഗ്രാം MDMA-യുമായാണ് ആയഞ്ചേരി സ്വദേശിയായ നിസാർ, 35 വയസ്സുകാരനാണ് നിസാർ, അരിപ്പനാട്ടി നിസാർ. പൊക്ലാരത്ത് താഴെ വെച്ചാണ് ഡാൻസപ്പ് സംഘം, കോഴിക്കോട് റൂറൽ പോലീസിൻ്റെ ഡാൻസപ്പ് സംഘം ഇയാളെ വാഹനം തടഞ്ഞു നിർത്തി പരിശോധന നടത്തിയത്. ബംഗളൂരുവിൽ നിന്ന് വലിയ തോതിൽ MDMA കേരളത്തിലേക്ക് എത്തിച്ച് വിൽപ്പന നടത്തുന്ന സംഘത്തിൽപ്പെട്ട പ്രധാന കണ്ണിയാണ് നിസാർ എന്നാണ് പോലീസ് നൽകുന്ന വിവരം. 260 ഗ്രാം MDMA-യുമായി ഇയാൾ ബംഗളൂരുവിൽ നിന്ന് പുറപ്പെട്ടു എന്ന വിവരമാണ് പോലീസിന് ലഭിച്ചത്. നിലവിൽ 150 ഗ്രാമാണ് ഇദ്ദേഹത്തിൽ നിന്നും പോലീസിന് പിടികൂടാൻ കഴിഞ്ഞത്. 100 ഗ്രാമിലധികം ഇദ്ദേഹം മലപ്പുറത്ത് ഒരു സ്ഥലത്ത് വെച്ച് വിൽപ്പന നടത്തിയതായുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഓഡിയോ സന്ദേശം ഉൾപ്പെടെ ഇദ്ദേഹത്തിൻ്റെ ഫോണിൽ നിന്നും പോലീസിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. മനു, ശരി, ഓക്കെ, താങ്ക് യു ലതീഷ്. ലതീഷാണ് ഈ വിവരങ്ങൾ നമുക്ക് നൽകിയത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ്. ഇപ്പോൾ ഈ ലഹരിക്കടത്തൊക്കെ ഒരുപാട് തോതിൽ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഓർക്കുന്നില്ലേ, ഒരു കാലത്ത് നമ്മൾ മാധ്യമങ്ങൾ തുറന്നാൽ, പത്രമോ TVയോ തുറന്നാൽ ഈ ലഹരിക്കടത്തിന്റെ വാർത്തകൾ തന്നെയായിരുന്നു കേൾക്കാനുണ്ടായിരുന്നത്. പക്ഷേ എക്സൈസിന്റെയും പോലീസിന്റെയും ഒക്കെ ശക്തമായ ഇടപെടലുകൾ വന്നതോടുകൂടി ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ അല്ലെങ്കിൽ അക്രമങ്ങളൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വലിയ സമാധാനം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ലഹരി പൂർണ്ണമായും ആ വിപത്ത് നമ്മളിൽ നിന്ന് ഒഴിഞ്ഞുപോയി എന്നല്ല പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഇത് കടത്തുന്നവർക്കൊക്കെ ഒരു വലിയ പേടി ഉണ്ടായിട്ടുണ്ട് എന്നത് വസ്തുത തന്നെയാണ്. കാരണം ഇറങ്ങിയാൽ പിടിവീഴാൻ സാധ്യതയുണ്ട് എന്നൊരു ഭയം ഇപ്പോൾ അവർക്കുണ്ട്. അതുതന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നതും. പതിയെ പതിയെ നമുക്ക് ഈ വിപത്തിനെ മറികടക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം.